Welcome to our show Snake and Ladder. Let me invite Meerukutti. Meerukutti. ഈ ഗെയിം ഇതിനു മുന്നേ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. Because you know she is a Gen Z. നമ്മളൊരു സോങ്ങിന്റെ ഇംഗ്ലീഷ് ലിറിക്സ്, ഐ മീൻ മലയാളം സോങ്ങിന്റെ ഇംഗ്ലീഷ് ലിറിക്സ് ആയി റീഡിംഗ് ഔട്ട്. ഇംഗ്ലീഷ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമല്ല. അല്ലാത്തത് കൊണ്ട്, പക്ഷെ മലയാളം പ്രശ്നമാണ്. Let's go. Are you ready? എന്തെങ്കിലും പറ്റിയ കൈലാർക്കും ലിറ്റിൽ ചേട്ടനുമാണ് പൂർണ്ണ ഉത്തരവാദികൾ. ഹവിൽദാറും ആർമി മാനും സബ് ഇൻസ്പെക്ടറും തമ്മിലുള്ള ഈഗോയും പകയുടെയും കഥ. അയ്യപ്പനും കോശിയും അല്ലേ? അതെ. ഒരു ഫോൺ കോളിലൂടെ തുടങ്ങുന്ന പ്രണയവും അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഫോൺ കോൾ അല്ലല്ലോ അത്. അല്ലല്ല, ഇതെല്ലാം എല്ലാം പണിയാണല്ലോ ദൈവമേ. ഇല്ല, അത് ഞാൻ തരില്ല. ഓൾ റൈറ്റ്, താഴേക്ക് ഇറക്കാം. അത് താങ്കളെ ഞാൻ അടുത്ത റൗണ്ടിൽ ഞാൻ കേറ്റുന്നതായിരിക്കും. അല്ലേ? ഈവൻ ദ മിൽക്കി മൂൺ ബീം ഹാസ് എ പെയിൻ. ചന്ദ്രന് വേദന, ചന്ദ്രന് വയറുവേദന, വേദന, നോവ്, നോവിന്റെ 50,000 രൂപയുടെ ഉത്തരം തരും. പക്ഷെ ഇവിടെ അങ്ങനെ ചിന്തയില്ല. കണ്ടുപിടിക്കില്ല. കമ്മല് കണ്ടില്ല. കമ്മലിന്റെ വേറൊരു സാധനം. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി പോലെ ആരാണ്? എനിക്ക് നിങ്ങൾ സമ്മാനം തരണം, ഞാൻ ഇന്ന് ഇറങ്ങില്ല. ഉയിരെ കവരും ഉയിരെ പോലെ. This is the point. നിങ്ങൾ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാം. എന്താണ്? Hi, hello Skylab viewers. Welcome to our show Snake and Ladder. In this Snake and Ladder എന്നെ ചാലഞ്ച് ചെയ്യാൻ എത്തുന്ന ഒരു very special person ആണ്. She's a good friend of mine. She's a TV host. She's an interviewer. She's an actress. She's a lot of things. She is one amazing person. Let me invite Meerukutti. Meerukutti. Yes, people. Meenakshi Sudhir with us today. Meenakshi, are you ready for the challenge? Yes, I am ready. So the rules of the game are simple. നമുക്ക് 2 rounds ഉണ്ട്. Okay. I'm going to challenge you on 2 different games. Okay. The first one would be movies. ഞാനൊരു മലയാളം മൂവിയുടെ മേബി 2012 റിലീസ് ആയിട്ടുള്ള 2012 to 2026 ടൈം പീരിയഡിൽ അങ്ങ് ഭയങ്കര ഓൾഡ് ആവുന്നില്ല. ബിക്കോസ് യു നോ ഷീ ഈസ് എ ജെൻ സി. അപ്പൊ നമുക്ക് ജെൻ സിക്ക് പറ്റിയ വൈബ് പിടിച്ചതാണ്. അപ്പൊ ആ മൂവീസിന്റെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ മലയാളത്തിൽ ഞാൻ അതിന്റെ ഓൺലൈൻ പറയും. യു ഹാവ് ടു ഗെസ് ദ മൂവി. Okay, so if you don't guess it right, what do you have to do? You have to climb up. ബലം ഉണ്ടെന്ന്. ഇത് രണ്ടുപേരും ഞങ്ങൾ എന്തെങ്കിലും പറ്റിയ കൈലാർക്കും ലിറ്റിൽ ചേട്ടനുമാണ് പൂർണ്ണ ഉത്തരവാദികൾ. നോ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം എന്നുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൈലാർ തയ്യാറാണ്. ഇത് ചലഞ്ച് തുടങ്ങട്ടെ. ഇത് ആദ്യമേ ഒന്ന് കയറി നോക്കിയതാണെങ്കിൽ ഓക്കെ ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ റൈറ്റ്. പക്ഷെ നമ്മൾ ഉത്തരം പറയുമല്ലോ, കേറേണ്ട കാര്യമില്ല. അപ്പൊ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ക്യാൻ ചാലഞ്ച് മീ. ഐ വിൽ ക്ലൈംബ് ദ ലാഡർ. ഓൾറൈറ്റ്. So if on the ladder, if you answer it right, the next question right, you can step down. Okay. And even the next round would be നമ്മളൊരു സോങ്ങിന്റെ English lyrics, I mean മലയാളം സോങ്ങിന്റെ English lyrics I will be reading out to you. You will have to guess the song. ഇംഗ്ലീഷ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമല്ല. അല്ലാത്തത് കൊണ്ട്, പക്ഷെ മലയാളം പ്രശ്നമാണ്. മലയാളം ജെൻസിക്ക് ചെറിയൊരു പ്രശ്നമായതുകൊണ്ടും എന്നാലും നമുക്ക് ഗസ് ചെയ്യോ നോക്കാം. ക്ലൂ തരണം. ക്ലൂ ഡെഫിനറ്റ്ലി. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ നേരത്തെ അറിയുന്നതാണ് പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് ക്ലൂ തരണം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ തരുന്നതാണ്. സോ ആർ യു റെഡി ഫോർ ദി ചാലഞ്ച്? യെസ് മീനാക്ഷി, ലെറ്റ്സ് ഗോ. ആർ യു റെഡി? അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വിരമിച്ച ഹവിൽദാറും സബ് ഇൻസ്പെക്ടറും തമ്മിലുള്ള. ഹവിൽദാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹവിൽദാർ ആർമി മാൻ. ഓക്കെ, അങ്ങനെ പറ. ഹവിൽദാർ എന്നൊക്കെ തിന്നണ സാധനമാണ് ഞാൻ. ഇന്ന് മാത്രമേ കുട്ടിക്കൊരു വിചാരമുള്ളൂ. വിരമിച്ച ഹവിൽദാറും ആർമി മാനും സബ് ഇൻസ്പെക്ടറും തമ്മിലുള്ള ഈഗോയും പകയുടെയും കഥ. ഈഗോയുടെയും പകയുടെയും കഥ. അയ്യപ്പനും കോശിയും. ഓ, കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ? അതെ. ഫസ്റ്റ് റൗണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിജയകരമായി
കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഞാൻ വൺ സ്റ്റെപ്പ് ഐ വിൽ ബി ഡൂയിങ് വൺ സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ഫോൺ കോളിലൂടെ തുടങ്ങുന്ന പ്രണയവും അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും. പുലിവാൽ കല്യാണം. നോ, വൺ മോർ ചാൻസ്. പുലിവാൽ കല്യാണം. അല്ല, അപ്പൊ പുലിവാൽ കല്യാണം ഫോൺ കോൾ അല്ലല്ലോ അത്. ഫോൺ കോൾ ആണല്ലോ. അല്ല, ഫോൺ കോൾ ആണ്, പക്ഷെ ഇറ്റ് ഹാസ് ഗോട്ട് എ ഹാപ്പി എൻഡിങ്. അപ്പൊ ഇതിലെന്താ ഹാപ്പി എൻഡിങ് അല്ലേ? അല്ല, മറ്റേ സിനിമയാണോ? ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താ. മറ്റേ സിനിമയാണോ? ഏത് സിനിമ? അന്നാബെന്നിന്റെ ബീച്ച് കാണിക്കാൻ കൊണ്ടുവന്ന കപ്പേള. ഓ മൈ ഗോഡ്, ആണോ? ആണ്. ഇതെല്ലാം പണിയാണല്ലോ ദീപവേ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഒരു കുടുംബത്തിന്റെ അധികാരവും പഴയകാല പകയും പശ്ചാത്തലമാക്കിയ ഗാങ്സ്റ്റർ ഡ്രാമ. ഒരു കുടുംബത്തിന്റെ അതിപ്പോ അധികാരവും പഴയകാല പകയും പശ്ചാത്തലമാക്കിയ ദൃശ്യമാണോ? ഗാങ്സ്റ്റർ ഡ്രാമ. Yeah. റൈഫിൾ ക്ലബ്. Come on, ഇല്ല, that is just a club. കുടുംബത്തിലെ ക്ലൂ തരില്ല. ഇറ്റ്സ് എ വെരി ന്യൂ മൂവി. ഭയങ്കര ട്രെൻഡിങ് ആയ അതിലെ ലുക്ക്, ഹീറോയുടെ ലുക്കും പിന്നെ അതിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ 2022 മൂവിയാണ്. 2022 Yeah. ആരാ ഹീറോ? അതൊന്നും, that is like it would be a give off. അപ്പൊ വളരെ കുറച്ച് സിനിമ ചെയ്ത ഹീറോ അല്ലല്ല, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹീറോ ആണ്. നമുക്കൊക്കെ ക്രഷ് ഉള്ള ഹീറോ. കുറേ ഉണ്ടല്ലോ. ഒരിക്കലും ഏജ് ആവില്ല എന്ന് പറയുന്ന ടിക് ടിക് 1. മമ്മൂക്കേ? ടിക് ടിക് 1. മമ്മൂക്കയുടെയാണോ? ടിക് ടിക് 1. ഭീഷ്മപർവം. Oh my god, ആ ക്ലൂ കുറച്ച് ഈസി ആയി പോയി. Okay, this I'll give it to you anyways. Okay. Thank you. All right. ഒരു കടലോര ഗ്രാമത്തിലെ ഒത്തുപോകാത്ത 4 സഹോദരങ്ങളുടെയും അവരുടെ വീടിന്റെയും കഥ. കുമ്പളങ്ങി നൈറ്റ്സ്. Man, this is all so easy. Okay, let me. Okay ഡാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇല്ല, അത് ഞാൻ തരില്ല. All right. ചതിക്കപ്പെട്ട ഒരു നഴ്സിന്റെ ശത്രുക്കളോട് നടന്നു. ഇത് ശരിയാവില്ല, ഇനി സ്റ്റെപ്പ് ഇല്ല. ഓ അത് ശരി. ഓക്കെ, നോ പ്രോബ്ലം. ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞല്ലേ, കുഴപ്പമില്ല. അടുത്ത റൗണ്ടിൽ ഞാൻ ഇതിന് പകരം വിട്ടുന്നതായിരിക്കും. ഒരു മോട്ടിവേഷൻ സ്പീക്കർ വ്യാജ ആത്മീയതയുടെ ലോകത്തേക്ക്. ബ്രോ, മീനാക്ഷി വിചാരിച്ച പോലെയല്ല, ഭയങ്കര ബുദ്ധിയാണ് ഈ കുട്ടിക്ക്. ഇനി കയറാൻ സ്റ്റെപ്പില്ല മീനാക്ഷി. ഐ ഹാവ് ടു കം ഡൗൺ. ഓക്കെ, എന്നാ ലാസ്റ്റ് വൺ. മുത്തശ്ശന്റെ പാചകശാലയിൽ സ്നേഹത്തിന്റെയും രുചിയുടെയും. ഐ ഹാവ് ടു ഗോ വിത്ത് റിയലി ടഫ്. ഇതെല്ലാം ഭയങ്കര ഈസി ആയി പോയി അല്ലേ? ഓക്കെ, കഴിഞ്ഞില്ല. ഇല്ല, ഒരു ദുരൂഹമായ ഇല്ലവും അവിടെയുള്ള. അതെ, ഞാൻ ഇത് ദുരൂഹമായ ഇല്ലവും. ദുരൂഹമായ ഇല്ലവും അവിടെ അധികാര തർക്കങ്ങളും. ഭ്രമയുഗം. കറക്റ്റ് ആൻസർ. ഇത് ആക്ച്വലി ലിറ്റൻ ചേട്ടന് ഇത്ര കാണത്തുള്ളൂ. ലിറ്റൻ ചേട്ടന് തല ഇല്ല പ്രേമില്. ഇതിന് മുകളിലേക്ക് തലയില്ല, ഇതിന് തലയുണ്ട് ഗൈസ്. തലയില്ലാത്ത. ഓക്കെ ഓക്കെ ഓക്കെ, let's see this one. ഇതിന് at least you will title ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അന്ന് ഞാൻ താഴേക്ക് ഇറക്കാം. അത് താങ്കളെ ഞാൻ അടുത്ത റൗണ്ടിൽ ഞാൻ കേറ്റുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ താഴെ കയറുന്നല്ലേ? ഓക്കെ, ഓൾ റൈറ്റ്. You might get this. ഒരു ഫുട്ബോൾ ടൂർണമെന്റും. ഒരു ഫുട്ബോൾ ടൂർണമെന്റും അതിലെ മാനേജറും കളിക്കാരനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ പറയുന്ന ആ സിനിമ. സുഡാനി ഫ്രം നൈജീരിയ ആണോ? റൈറ്റ് ആൻസർ. അങ്ങനെ ഈ റൗണ്ടിൽ ഈ 10 റൗണ്ട് 10 അല്ല
10 ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വന്നതാണ്. ഈ 10 ക്വസ്റ്റ്യനും മീനാക്ഷി വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് എന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് വളരെ പ്രൗഡായിരിക്കുന്നു, അഭിമാനം കൊള്ളും. 10 out of 10. പക്ഷെ കുഴപ്പമില്ല. അടുത്ത ഇനി ഇപ്പോൾ വൺ വേർഡ്. ഇനിയാണ് കളി. ഇനിയാണ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ്. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഞാൻ പിടിക്കും. നമ്മൾ അപ്പൊ നെക്സ്റ്റ് റൗണ്ട്. വെൽക്കം ടു റൗണ്ട് 2. ഈ റൗണ്ട് 2-ൽ മീനാക്ഷി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. മനഃപൂർവ്വം ടഫ് ക്വസ്റ്റ്യൻസ് ഇടില്ല, എന്തായാലും ഏറി കയറ്റും ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ആസ് ഐ സെഡ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഐ വിൽ ബി റീഡിംഗ് ഔട്ട് ദ ഇംഗ്ലീഷ് ലിറിക്സ് ഓഫ് എ മലയാളം സോങ് and you will have to guess the Malayalam. Okay? Okay. Even the milky moonbeam has a pain. Hey night bird, why are you silent? കുറച്ച് ഫേമസ് പാട്ടാണ്. I think I have even heard you singing this. ഞാൻ പാടുന്ന പാട്ടാ? Means I think I have heard it. ഒന്നുകൂടെ പറ. Even the milky moonbeam. Okay, wait. Catch by the words. Even എന്ന് പറഞ്ഞാ എന്താ? ഈവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലാവ് വെണ്ണിലാവ് അല്ല. മിൽക്കി മൂൺ ബീം ഹാസ് എ പെയിൻ. ചന്ദ്രന് വേദനേ? ചന്ദ്രന് വയറുവേദന. അയ്യോ, ചന്ദ്രന് വയറുവേദന ചന്ദ്രന് വയറുവേദന പറയൂ. അപ്പൊ കേരള റെഡിയാണോ? ടിക് ടിക് 1, ടിക് ടിക് 2. വേദന ചന്ദ്രൻ. അത് that's what again I'm telling you, go by word കണ്ടുപിടിച്ചാൽ വേദന, നോവ്, some other thing. ഒരു സിനോണിം കൂടെ. നോവിന്റെ. ഇല്ല, കേറിക്കോ, താങ്കൾ കേറണം. ഇതിൽ കൂടുതൽ ക്ലൂസ് എന്നെ ഏറി കയറ്റിയല്ലേ. പാൽനിലാവിനും ഒരു നൊമ്പരം. I have heard you singing this. ഈ പാട്ട് ഞാൻ ഇല്ല, പാട്ട് പാടി നിങ്ങൾ താഴെ ഇറക്കോ? ഇല്ല, താഴെ ഇറക്കില്ല, മുകളിൽ തന്നെ നിർത്തും. ഞാൻ ഈ പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഓ ഓക്കേ, കേറിക്കോളൂ. കേറിണ്ടോ? ഓക്കേ, നെക്സ്റ്റ് വൺ. Like a dream saw before the eyes, though desires awaited for many days. ഒരു സ്വപ്നം പോലെ ഒരു കിനാവ്. ഒന്നുകൂടെ പറയ്. Like a dream saw before the eyes. ഒരു സ്വപ്നം കൺമുന്നിൽ. Before the eyes, those desires awaited for many days. No clue. ഒരു സ്വപ്നം. Very famous song. Okay, I'll give you a clue. This is sung by Vinny Srinivasan, I suppose. ഭയങ്കര എളുപ്പമുള്ള ക്ലൂ. Yes, right. Come on. Tick tick 1. Yes. Tick tick 2. Tick tick 3. അറിയില്ല. Okay, next step കേറിക്കോളൂ. പാട്ട് ഏതാന്ന് പറ. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടില്ല. ഇല്ല, ഒരു സ്വപ്നം പോലെ എന്ന് പറഞ്ഞ അത് നടക്കില്ല. മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടില്ല. അതിൽ സുരേഷ് ഗോപി സാർ കാണിക്കുന്നുണ്ടല്ലേ, കുറച്ച് 50,000 രൂപയുടെ ഉത്തരം തരും. ഒന്നും കൂടെ ചിന്തിച്ചു നോക്കൂ എന്ന് പറയില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ചിന്തയില്ല. കേറോ ഇല്ല, ഒരെണ്ണം കൂടെ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓ, എയറിലേക്ക് വിടാൻ എൻ്റെ ഒരു ആഗ്രഹം. All right, next. To hear the news that I am returning, my village yearns every day. To be back and touch its shores, I also long every day. തിരികെ ഞാൻ വരും. Finally. All right. Okay. Ini next song. I think this also ഇത് കുറച്ച്. Okay, I think this is a very popular song. കണ്ടല്ലേ This is a very popular. ചെറിയ ഫോണ്ടാ, കണ്ടുപിടിക്കില്ല. Okay, I did not see an earring. I did not see shampoo being applied. I did not remember the sweet sounding bird when I was far away. ഷാമ്പൂന്റെ മലയാളം എന്താണ്? ഷാംപൂവിന്റെ മലയാളം I did not
സി ആൻഡ് ഇയറിംഗ്. കമ്മല് കണ്ടില്ല. കമ്മലിന്റെ വേറൊരു സാധനം കുറച്ചുകൂടെ കവിതാത്മകമായി ചിന്തിക്കുക. കാതിലോല ആ ഒരു കാതിലോല ഓ, finally you are okay. Okay, so let's go to the next song. Okay. Singing the first ragam. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി. This is a fast number. Final one. അതായത് this in this dare you answer it, you win a prize. If not, you have to climb to the top. ആണോ? പ്രൈസ് എന്താ? Yeah, do or die. Okay, 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 okay. Like a soul capturing another soul. What are you? Like a shower of love merging with my body. Who are you? ഉയിരേ ഉയിരിൻ തനനം പോലെ ആരാണ് നീ? I want the lines. പാട്ട് അത് തന്നെയാണ്. ഇത് ഡു ഓർ ഡൈ ചാലഞ്ച് ആണ്. There here you have to sing. അത് കഷ്ടാണ്. സമ്മാനം തരാം സമ്മാനം തരാം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറ. അത് ഞാൻ എന്റെ തരാം. Like a soul capturing another soul. What are you? Like a shower of love merging with my body. Who are you? ഉയിരിൻ പിടിക്കും പോലെ എന്നിട്ട് ഞാൻ ആരാണ് കേറ്? ചേട്ടാ This is do or die challenge ആണ്. Do or die. ഞാൻ പാട്ട് പറഞ്ഞു എന്നിട്ട് ഇവരെന്നെ ഇതിൽ കേറ്റുകയാണ്. ഇത് സമ്മാനം തരാണ്ടിരിക്കാനുള്ള ഇവര് അടവാണ്. ഒരടവുമില്ല. ഇത് നമ്മൾ വളരെ വളരെ സത്യസന്ധമായ ജഡ്ജ്മെന്റിലൂടെ മാത്രമേ സ്കൈലാർക്ക് പിക്ചേഴ്സ് ആൻഡ് എന്റർടൈൻമെന്റ്സ് സഞ്ചരിക്കുള്ളൂ. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. ഇല്ല. So please climb up the ladder. ചേട്ടാ പാട്ട് അതല്ലേ. Okay, then final last challenge. If you get this, you get this. All right. Do or die. Ready? രണ്ടാമത്തെ അതെ. With shaking anklets and jiggling bangles. Hey beautiful breeze, who came weaving stories. Will you present me with chilly earrings? കിട്ടി. ഇപ്പൊ കിട്ടി. ദേ അതന്നെ. കൊലുസിന്റെ കൊലുസിന്റെ കേറൂ. നോ കുപ്പിവള. എന്തായാലും നിങ്ങൾ ഹൗ മീൻസ് ലൈക്ക് ഹൗ യു ക്യാൻ ക്ലൈംബ് എന്നുള്ളതായിരുന്നു അതാണ് പ്രശ്നം. വിന്നർ. പക്ഷെ പാട്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്നോട് ചെയ്യുന്നത് ചതിയാണ്. അത് പാട്ട് പ്രതിഷേധിച്ച് യു കെൻ ബോത്ത് ദ സൈഡ്. താഴെ പോകരുത് പ്ലീസ്. ഇല്ല, എനിക്ക് നിങ്ങൾ സമ്മാനം തരണം. ഞാൻ ഇന്ന് ഇറങ്ങില്ല. ഞാൻ പാട്ട് പറഞ്ഞു. ലിറിക്സ് ഡെഫിനറ്റ്ലി ഫോർ ഹർ അറ്റംപ്റ്റ് ആൻഡ് ഫോർ ഹർ ഗ്രേറ്റ് എഫേർട്ട് മീനാക്ഷിനെ നമ്മൾ വിന്നർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. സോ മീനാക്ഷി ഈസ് എ വിന്നർ. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മീനാക്ഷി. അങ്ങനെ അതിൽ ഞാൻ കള്ളക്കളി കളിച്ച് ജയിച്ച് ഞങ്ങൾ കൊടുത്തു. കുറെ കാലം കൂടി കാണുമല്ലേ, പാവം ഇവിടെ വരെ വന്നതല്ലേ. അതുകൊണ്ട് ഷീ ഈസ് ദ വിന്നർ പ്രഖ്യാപിച്ചു ഞങ്ങൾ. സോ മീനാക്ഷി പ്ലീസ് സ്റ്റെപ്പ് ഡൗൺ. താഴേക്ക് ഇറങ്ങും, ഭൂമിയിലേക്ക് ഇറങ്ങും. സമ്മാനം ഇത് കഴിഞ്ഞ് വാങ്ങി തരുന്നതായിരിക്കും. ഉറപ്പാണ്. ആ പാട്ടിന്റെ ഉയിരെ നമ്മുടെ സിദ് ശ്രീറാമിന്റെ നീരജ് മാധവിന്റെ ഫ്രം ദിസ് വൺ ഗൗതമന്റെ രഥം. ഉയിര് കവരും ഉയിരെ പോലെ എന്താണ് നീ എന്നാണ്. പാടാൻ പറ്റില്ല. If you want you can sing. ഞാൻ പാടാം. ഓക്കേ. എവിടെ? ഇതാ പാടൂ. ഉയിരെ കവരും ഉയിരെ പോലെ. This is the point. നിങ്ങൾ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാ. നീ എന്താണ്? All right people. Abo thank you so much Meenakshi. You are such a sport as always. Thank you so much for being on the show and it was really fun having you. Same here. Yes, and you know namukku Meenakshi oru winner aayittu thanne declare cheyam. She is the winner for the day and you know wishing you all the best. Thank you. Yes, thank you so much. Bye bye. See you next week with another guest. Bye.